Autobiographies provide a complete picture of a person. Here we are discussing such a topic, autobiography by Bertrand Russell. Bertrand Russell's autobiography ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. And Bertrand Russell was born on 18th May 1872 in Monmouthshire Wolds in London. ലണ്ടനിലെ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. ബ്രിട്ടനിൽ 1872 മെയ് 18-നാണ് അദ്ദേഹം ജനിക്കുന്നത്. And he was a British philosopher, logician and social reformer. അദ്ദേഹം ഒരു ഫിലോസഫർ ആണ്, സോഷ്യൽ റിഫോമർ ആണ്, അതേപോലെ തന്നെ തത്വജ്ഞാനിയാണ്. He is a founding figure in the analytic movement of Anglo-American philosophy and the recipient of the Nobel Prize for Literature in 1950. അദ്ദേഹത്തിന് 1950 നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആംഗ്ലോ അമേരിക്കൻ അനലറ്റിക് മൂവ്മെന്റിലെ പ്രധാനിയാണ് അദ്ദേഹം. He was born in Ravenscourt as the son of Lady and Lord Amberley on 18th May 1872. His grandfather, Lord John Russell, was the youngest son of the 6th Duke of Bedford in 1861. വളരെ പ്രശസ്തരായ മാതാപിതാക്കളെ പ്രശസ്തരാണ്. അതേപോലെ തന്നെ ഗ്രാൻഡ് പാരൻസ് ഡ്യൂക്ക് ആയിരുന്നു. ഡ്യൂക്കിന്റെ മകനായ 6ാമത്തെ ഡ്യൂക്കിന്റെ മകനാണ് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ. ആൻഡ് ബെർട്രാൻഡ് റസൽ became the third Earl Russell in 1931. ഏഴായി മാറിയ വ്യക്തിയാണ്. ഏൾ എന്നുള്ളത് ഓരോ സ്ഥാനമാണ്. പ്രഭു എന്ന സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ബെർട്രാൻഡ് റസൽ. And his early life was marked by tragedy and bereavement. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം വളരെ ദുരന്തപരമായ ഒന്നായിരുന്നു. By the age of 6 he lost his parents, sister and grandfather. അദ്ദേഹത്തിന്റെ ചെറിയ കാലഘട്ടത്തിൽ, അതായത് 6ാമത്തെ വയസ്സിൽ, കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ 6ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പാരൻസിനെ നഷ്ടപ്പെടുന്നു. അതേപോലെ സഹോദരി, ഗ്രാൻഡ് ഫാദർ അവരെയും നഷ്ടപ്പെടുന്നു. അതായത് മുത്തച്ഛനെ, മാതാപിതാക്കളെ, സഹോദരി, അങ്ങനെ അവരെ എല്ലാവരെയും 6ാമത്തെ വയസ്സിൽ അദ്ദേഹം നഷ്ടപ്പെടുന്നു. ആൻഡ് ഹി വാസ് അണ്ടർ ദ കെയർ ഓഫ് ഹിസ് ഗ്രാൻഡ് മദർ. അങ്ങനെ ഇവരൊക്കെ മരിച്ചതിന് ശേഷം, ഇവരുടെ വേർപാടിന് ശേഷം മുത്തശ്ശിയോടൊപ്പമാണ് അദ്ദേഹം വളർന്നത്. ആൻഡ് ഹി ഗോട്ട് ഹോം എഡ്യൂക്കേഷൻ ആൻഡ് ഇറ്റ് മെയ്ഡ് ഹിം ഐസൊലേറ്റഡ് ഫ്രം അതർ ചിൽഡ്രൻ. അദ്ദേഹത്തിന് പ്രൈവറ്റ് ട്യൂഷൻ ആണ് കൊടുത്തത്, ഹോം എഡ്യൂക്കേഷൻ ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപെടാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഹി വാസ് ഗുഡ് അറ്റ് യൂക്ലിഡിയൻ ജിയോമെട്രി. മാത്സില് വളരെയധികം പ്രാവീണ്യമുള്ള ഒരു കുട്ടിയായിരുന്നു. ആൻഡ് ഹി ജോയിൻഡ് അറ്റ് ട്രിനിറ്റി കോളേജ് ഫോർ മാത്സ് ആൻഡ് ബിക്കെയിം എ മെമ്പർ ഓഫ് അപ്പോസൽസ്, എ സ്റ്റുഡന്റ് സൊസൈറ്റി. അദ്ദേഹം ട്രിനിറ്റി കോളേജിലാണ് മാത്സിന് വേണ്ടിയിട്ട് ട്രിനിറ്റി കോളേജിൽ ചേരുന്നു, മാത്സ് പഠിക്കാനായിട്ട് ചേരുന്നു. അതോടൊപ്പം തന്നെ ഒരു കുട്ടികളുടെ ഒരു സംഘടനയാണ്, കുട്ടികളുടെ ഒരു ഗ്രൂപ്പാണ് അപ്പോസൽ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഒരു അംഗമായി മാറുന്നു. And he left maths and took philosophy and published his first philosophical book in 1897. പിന്നീട് അദ്ദേഹം മാത്സ് ഉപേക്ഷിച്ച് ഫിലോസഫി എന്ന സബ്ജക്ട് എടുക്കുന്നു. അങ്ങനെ ഫിലോസഫി സബ്ജക്റ്റിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം 1897 പബ്ലിഷ് ചെയ്യുന്നു. And his first philosophical work was German Social Democracy, which was published in 1896. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പൊളിറ്റിക്കൽ വർക്ക്, ആദ്യം നമ്മൾ പറഞ്ഞു മാത്സ് ആണ് പഠിച്ചത്. മാത്സിന് ശേഷം അദ്ദേഹം മാത്സ് വിട്ട് ഫിലോസഫി എടുക്കുന്നു. ഫിലോസോഫിക്കൽ വർക്ക് 1897 പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പൊളിറ്റിക്കൽ വർക്ക് ആദ്യത്തെ പബ്ലിഷ് ചെയ്യുന്നു. പൊളിറ്റിക്കൽ വർക്കിന്റെ പേര് ജർമ്മൻ സോഷ്യൽ ഡെമോക്രസി എന്നാണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1896. He was attracted to metaphysical idealism, but later it was abandoned. മെറ്റാഫിസിക്കൽ ഐഡിയലിസം അദ്ദേഹത്തിന് ആകൃഷ്ടമാകുന്നു, പക്ഷേ അതും പിന്നീട് അദ്ദേഹം ഉപേക്ഷിക്കുന്നു. ആൻഡ് he left it under the influence of his friend C.E. Moore. C.E. Moore പറഞ്ഞിട്ടാണ് ഈ മെറ്റാഫിസിക്കൽ ഐഡിയോളജി അദ്ദേഹം ഉപേക്ഷിക്കുന്നത്. German mathematicians like Carl Weierstrass
ജോർജ് കാൻഡർ ആൻഡ് റിച്ചാർഡ് ഡേവ്കാർട്ട് ഇൻഫ്ലുവൻസ്ഡ് ഹിം ഗ്രേറ്റ്ലി. അദ്ദേഹത്തെ ജർമ്മൻ മാത്തമാറ്റീഷ്യൻസ് ആയ കോൾ വെയ്സ്റ്റസ് അതേപോലെ ജോർജ് കാൻഡർ തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു. ആൻഡ് ഹി സ്ട്രോങ്ലി ബിലീവ്ഡ് ദാറ്റ് മാത്തമാറ്റിക്സ് ഈസ് ഇൻ ഫാക്ട് ലോജിക്. മാത്തമാറ്റിക്സ് എന്ന അത് ശരിക്കും ലോജിക്ക് തന്നെയാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ആൻഡ് ദ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഓഫ് ദിസ് ഐഡിയ ഈസ് കോൾഡ് ലോജിസിസം ദാറ്റ് വാസ് സ്റ്റാർട്ടഡ് ത്രൂ ഹിസ് ബുക്ക് ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്സ്. അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് അറിയപ്പെടുന്നത് ലോജിസിസം എന്നാണ്. ആ ഒരു ഐഡിയ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫി അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ആശയം അദ്ദേഹം കൊണ്ടുവരുന്നത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ഒരു ആശയം കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ ആ ഫിലോസോഫിക്കൽ കോൺസെപ്റ്റ് ആണ് ലോജിസിസം എന്ന കോൺസെപ്റ്റ്. Russell says that his philosophical development is in fact a retreat from Pythagoras. പൈതഗോറസ് തിയറിയിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. ആ ഒരു തിയറി എല്ലാം മറിച്ച് തൻ്റെതായ ശൈലിയാണ് തൻ്റെ ഫിലോസോഫിക്കൽ കോൺസെപ്റ്റ് എന്നാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. ആൻഡ് ഹിസ് ഡിസ്കവറി ഓഫ് കോൺട്രഡിക്ഷൻ നൗ known as Russell's paradox. The contradiction arises from the following considerations. Some classes are members of themselves. അദ്ദേഹത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് അതറിയപ്പെടുന്നത് റസൽസ് പാരഡോക്സ് എന്നാണ്. നമ്മൾ പറഞ്ഞ പൈതഗോറസ് തിയറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതില് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്, അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം സം ക്ലാസസ് ആർ മെമ്പേഴ്സ് ഓഫ് ദംസെൽസ്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് ക്ലാസസ് ആർ ഓൾ ക്ലാസസ്, ക്ലാസസ് ഓഫ് ഓൾ ക്ലാസസ് ആൻഡ് സം ആർ നോട്ട് ഓഫ് ഓൾ ക്ലാസസ് എന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ആൻഡ് റസൽ വിത്ത് ഹിസ് കൊളാബറേറ്റർ ആൽഫ്രഡ് നോർത്ത് വൈൽഹെഡ് he finished 3 volumes of Principia Mathematica. പ്രിൻസിപ്പിയ മാത്തമാറ്റീഷ്യ എന്ന ആ പുസ്തകത്തിന്റെ 3 വോള്യൂം അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നു. അത് ആൽഫ്രഡ് നോർത്ത് വൈൽഹെഡ് എന്ന അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അവർ ഒരുമിച്ചാണ് ഈ 3 വോള്യൂംസ് ഇറക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദി തിയറി ഓഫ് ടൈപ്സ് ആൻഡ് അതർ ഇന്നോവേഷൻസ് ടു ദ ബേസിക് ലോജിക് സിസ്റ്റം. ഈ പ്രിൻസിപ്പിയ മാത്തമാറ്റീഷ്യ എന്ന ഈ പുസ്തകത്തില് ടൈപ്സിനെ കുറിച്ചാണ്, പല ടൈപ്പ്, അതേപോലെ തന്നെ ബേസിക് ലോജിക് സിസ്റ്റം, അതിന്റെ ടൈപ്സ്, ഇതൊക്കെയാണ് വെളിപ്പെടുത്തുന്നത്. മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി ഗ്രേറ്റ് ഇന്റലക്ച്വൽ അച്ചീവ്മെന്റ് ഓഫ് ദി 20th century. ഈ പുസ്തകം, ഈ പ്രിൻസിപ്പിയ മാത്തമാറ്റീഷ്യ എന്ന ഈ പുസ്തകം 3 വാല്യങ്ങളായി പബ്ലിഷ് ചെയ്ത ഈ പുസ്തകം 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇന്റലക്ച്വൽ അച്ചീവ്മെന്റ് ആയിട്ട്, ബൗദ്ധികമായ നേട്ടമായി കണക്കാക്കപ്പെടുന്നു. ആൻഡ് പ്രിൻസിപ്പിയ മാത്തമാറ്റീഷ്യ ഈസ് എ ഹെർക്യൂലിയൻ അറ്റംപ്റ്റ് ടു ഡെമോൺസ്ട്രേറ്റ് മാത്തമാറ്റിക്സ് ആസ് എ ബ്രാഞ്ച് ഓഫ് ലോജിക്. ഈ ഒരു പുസ്തകത്തിന്റെ ലക്ഷ്യം, ഇത് പാരഗ്രാഫായിട്ട് ചോദിക്കാം, പ്രിൻസിപ്പിയ മാത്തമാറ്റീഷ്യ എന്ന പുസ്തകത്തെ കുറിച്ച് പാരഗ്രാഫായിട്ട് ചോദിക്കാം. അതില് അദ്ദേഹം ഇതിനെ ലോജിക്കിന്റെ ഒരു ബ്രാഞ്ചാണ് മാത്തമാറ്റിക്സ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നത്. ഇൻ ഫിലോസഫി, the greatest impact of Principia Mathematica is through the theory of descriptions. ഒരുപാട് വിവരണങ്ങളിലൂടെയാണ് ഈ ഒരു പുസ്തകം മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഹിസ് പേഴ്സണൽ ലൈഫ് വാസ് എ ഫെയിലിയർ. ഈ പുസ്തകം വളരെ ശ്രേഷ്ഠനായ ഒരു ഇന്റലക്ച്വൽ ഫീൽഡില് ശ്രേഷ്ഠനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ ഹി വാസ് എ ഫെയിലിയർ. അതില് he married Alice, but later he falls in love with Lady Ottoline Marowell. ആദ്യം വിവാഹം കഴിക്കുന്നത് ആലിസ് എന്ന സ്ത്രീയെയാണ്, പക്ഷെ പിന്നീട് ലേഡി ഓട്ടോലിൻ നാരൽ എന്ന സ്ത്രീയുമായിട്ട് പ്രണയത്തിലാകുന്നു. ആൻഡ് ഷീ എനേബിൾഡ് ഹിം ടു റൈറ്റ് ഫോർ ദി ലേമൻ. സാധാരണക്കാരന് വേണ്ടി എഴുതണമെന്ന് അവരാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത്. അതായത് വളരെയധികം ഇന്റലക്ച്വൽ ആയിട്ടുള്ള പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. ആ സ്ത്രീ പറയുന്നു സാധാരണക്കാർക്ക് വേണ്ടി എഴുതണം എന്ന് അദ്ദേഹത്തോട് ഉപദേശിച്ചു. ആൻഡ് ഇൻ ദ സെയിം ഇയർ ഹി മെറ്റ് ലുഡ്വിഗ് വിറ്റ്ജൻസ്റ്റീൻ, എ ബ്രില്യന്റ് യങ് ഓസ്ട്രിയൻ അറൈവ്ഡ് അറ്റ് കേംബ്രിഡ്ജ് ടു സ്റ്റഡി ലോജിക് വിത്ത് റസൽ. അതേ വർഷം തന്നെയാണ് ലുഡ്വിഗ് വിറ്റ്ജൻസ്റ്റീൻ എന്ന ലേഡി അവിടെ എത്തുന്നത്. അവര്
ഇദ്ദേഹത്തോടൊപ്പം ലോജിക്ക് പഠിക്കാൻ എത്തുന്നതാണ്. അവരുമായിട്ടും പിന്നീട് പ്രണയത്തിലാകും.